ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജു, 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 രാജു. ആ വീട്ടിൽ ആരെങ്കിലും അംബികയ്ക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നുണ്ടാവും. അവര് ചെയ്ത ചതിയാ ഇത്. നിന്നെ കല്യാണം കഴിക്കാൻ അവന് നിന്റെ അച്ഛന്റെ അനുവാദം ഉണ്ടായിരുന്നു. നിന്റെ അമ്മയുടെ അനുവാദം കൂടി അവൻ വേണമെന്ന് ആഗ്രഹിച്ചു. അത് തെറ്റാണോ മോളെ? അമ്മേ, അപ്പൊ ഞാൻ എന്റെ രാജുവിനെ തെറ്റിദ്ധരിച്ചതാണോ? എന്താ സംശയം? അവൻ വളരെ നിഷ്കളങ്കനും നല്ലവനുമാ മോളെ. നീ എത്രയും വേഗം അവനെ കണ്ട് മാപ്പ് പറയണം. അല്ലമ്മേ, പ്രിയാന്ന് പറഞ്ഞ ഒരു സ്ത്രീ രാജുവിനെ എപ്പോഴും വിളിക്കുമായിരുന്നു. ആ സ്ത്രീ അവളുടെ ചേട്ടനും കൂടി ഇവിടെ ഓഫീസിൽ വന്നിരുന്നു. അതും ചതി തന്നെയാ മോളെ. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെയൊക്കെ പിന്നില് വലിയൊരു ഗൂഢാലോചനയുണ്ട്. ആ അംബികയും മകനും തന്നെയായിരിക്കും ഇതിന്റെയൊക്കെ പിന്നില്. മോളെ, ആ റിയ എന്ന കള്ളപ്പേരിൽ വന്നവര് അംബിക ഇറക്കിയതാ. അങ്ങനെ ഒരു റിയ ഇല്ല. പിന്നെ റിയ എന്ന കള്ളപ്പേരില് രാജുന് വന്ന കോള്, അത് കൊച്ചുമണി എന്ന പേരുള്ള ഒരു സിം കാർഡിന്നാ. അത് കൊച്ചുമണിയുടെ ഫോണാ. അമ്മേ, പിന്നെ നീ തെറ്റിദ്ധരിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാജുവിനൊപ്പം പർദ്ദയിട്ടൊരു പെണ്ണിനെ കണ്ടു എന്നുള്ള കാര്യം. രാജുവിനൊപ്പം നീ കണ്ട ആ പർദ്ദയിട്ട സ്ത്രീ, അത് ഞാനായിരുന്നു, നിന്റെ അമ്മ. അമ്മ, ഞാൻ ആ റാസ്കലിനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് നിങ്ങളുടെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവന്റെ ജീവനില്ലാത്ത ശരീരം ഈ സിറ്റിയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ കാണും. ഓർമ്മിച്ചോ? എന്റെ ദൈവമേ, എന്റെ രാജുനൊന്നും പറ്റല്ലേ. രാജു, എന്താ ഇത്? ഏയ് മാഡം, 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 മാഡം. എന്റെ ദൈവമേ, എന്റെ രാജുവിനൊന്നും പറ്റല്ലേ. എനിക്കിപ്പോ എന്റെ രാജുവിനെ കാണണം. ഞാൻ എന്റെ രാജുവിനെ തെറ്റിദ്ധരിച്ചു. എന്നോട് ക്ഷമിക്കണേ ദൈവമേ.
ഞാൻ പറയാം ഞങ്ങൾ ആരാണെന്ന്. ഇവളെ അറിയോ? ഇവളുടെ പേരാ റിയ. നിങ്ങളുടെ ഭർത്താവിന്റെ കാമുകി അല്ലെ, ആദ്യ ഭാര്യ. ദേ നോക്കി അവള്. അവിടെ എവിടെ കൊണ്ട് വെച്ചു വന്നു? കാണുന്നില്ലല്ലോ. കാറൊന്ന് വേഗം വിട്. രാജു, 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 രാജു.